ഗ്രീൻലാൻഡ് എടുക്കുന്നതിന് ന്യായമായിട്ട് ട്രംപ് പറയുന്നതാണ് ചൈനയും റഷ്യയും അവർ ഈ അവിടുത്തെ മഞ്ഞ് ഉരുകിക്കഴിഞ്ഞാൽ അതിലൂടെ റൂട്ട് ഉണ്ടാക്കുകയും അവരുടെ സാന്നിധ്യം കൂടുകയും നമ്മുടെ സുരക്ഷയ്ക്ക് പ്രശ്നമാകും ചെയ്യുന്നതാണ്. ഇപ്പോൾ ഉണ്ടായ ഈ ഡെവലപ്മെൻറ്റ് ഇതിൽ ഏറ്റവും വലിയ ബെനിഫിഷ്യറി ആരാണ്? റഷ്യയും ചൈനയാണ്. ഇപ്പോൾ തന്നെ ചൈന എന്താണ്, ഞങ്ങളാണ് ഒരു സ്റ്റേബിൾ എക്കണോമിക് പാർട്ട്ണർ, മറ്റേ ചങ്ങായിയായിട്ട് പാർട്ട്ണർഷിപ്പ് നടക്കില്ല, അവൻ എന്തൊക്കെയോ ഇന്നെന്ത് ചെയ്യുന്നതല്ല നാളെ ചെയ്യുക, നിങ്ങൾക്ക് ആശ്രയിക്കാവുന്ന ഒരു എക്കണോമിക് പാർട്ട്ണർ ഞങ്ങളാണ്, ഒരു ട്രേഡ് പാർട്ട്ണർ ഞങ്ങളാണ് എന്നും ചൈന പറയുകയാണ്. എന്നാൽ ചൈനയുടെയും റഷ്യയുടെയും പൊസിഷൻസ് ഇപ്പോൾ തന്നെ വർദ്ധിച്ചു കഴിഞ്ഞു. ചൈനയും റഷ്യയും ശക്തിപ്പെടുമെന്ന് പറഞ്ഞിട്ട് ഗ്രീൻലാൻഡിനെ പിടിക്കാൻ പോകുന്ന പരിപാടിയുടെ പേരിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ്? ചൈനയും റഷ്യയും കൂടുതൽ ശക്തിപ്പെടുകയാണ്. ഇപ്പോൾ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്ന രാജ്യങ്ങൾ, അവർ വളരെ ശ്രദ്ധയോടുകൂടി വളരെ സ്ട്രാറ്റജിക്കായിട്ട് കാര്യങ്ങൾ ഡിസൈൻ ചെയ്യേണ്ട ഒരു സന്ദർഭമാണിത്. അതിനാൽ ഗ്ലോബൽ പൊളിറ്റിക്കൽ പൊസിഷൻ, അതിൻ്റെ ഡൈനാമിക്സ് വലിയ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഈ പറയുന്ന ഒരു ഡൊമിനൻസ്, വെസ്റ്റേൺ ബ്ലോക്കിൻ്റെ ഡൊമിനൻസ് അത് ഫ്രാഗ്മെൻറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ വളരെ ബുദ്ധിപൂർവമായ നീക്കങ്ങൾ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക്, ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങൾക്ക് നടത്താൻ പറ്റുന്ന സന്ദർഭമാണ്. ഞാൻ മൊത്തത്തിൽ എൻ്റെ ഒരു എപ്പിസോഡിനെ കാണുന്നത് വെച്ചാൽ ഈ ഫ്രാഗ്മെൻറ്റേഷൻ ഓഫ് പവർ അത് പുതിയൊരു ലോകഘടനയിലേക്കുള്ള സഞ്ചാരത്തിനുള്ള ഗതിവേഗം കൂട്ടും എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ.